അങ്ങനെ IQ Neo 10R ചാർജിങ് ടെസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതായിരിക്കുന്ന ആ ഒരു ചാർജർ നമ്മൾ അങ്ങനെ പൊട്ടിക്കാൻ പോവുകയാണ് ഗൈസ്. 80 വാട്ടിന്റെ ആ ഒരു ഫ്ലാഗ് ചാർജർ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. 6400 mAh ബാറ്ററിയുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഇന്ന് ചാർജ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും 10% ചാർജ് ഉള്ളത്. 10ന് താഴെ നിന്ന് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. 10% മുതൽ 100% വരെ ആവാൻ എത്ര സമയം എടുക്കും എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ 80 വാട്ടിന്റെ ചാർജർ. USB A ടൈപ്പ് ആണ് ചാർജർ വരുന്നത്. A to C. ഇവിടെ നമ്മൾ A കൊടുക്കുന്നു, ഫോണിൽ നമ്മൾ C കൊടുക്കുന്നു. അതാണ് IQ Neo 10R വരുന്ന A to C കേബിൾ. ബ്രൈഡഡ് കേബിൾ അല്ല, നോർമൽ കേബിൾ ആണ്. ഇതിന്റെ നീളം എത്രയുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 1 മീറ്ററോളം നീളം വരുന്ന ഒരു വയറാണ് പറഞ്ഞത്. നമുക്കിതിപ്പോൾ ചാർജറിൽ കണക്ട് ചെയ്യാം. ഹീറ്റിംഗ് എത്രത്തോളം വരുന്നുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേസ് ഊരിയാലേ പറ്റത്തുള്ളൂ. 20 ആകുമ്പോൾ ചാർജ് 10%, നമുക്ക് 10-20 ചാർജ് കൊടുക്കാം. ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് പരിപാടിയെല്ലാം ഓഫ് ആക്കിയാണ് ഇട്ടേക്കുന്നത്. ഇത് ഓൺ ആക്കിയിട്ടിട്ട് ഉള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അത് നമുക്ക് ചെയ്യാം. 1 മിനിറ്റ് ആയപ്പോൾ 1% ചാർജ് കൂടിയിട്ടുണ്ട്. 4 മിനിറ്റിൽ 4% ചാർജ് ആയിട്ടുണ്ട് ഗൈസ്. ഇതാ അവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 10:24 ആയിട്ടുണ്ട്. തൊട്ട് താഴെ 4%, അതായത് 5% ആയിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് ആയി കാണും. ഇല്ല, 4 മിനിറ്റിൽ 5% ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമുക്കപ്പോൾ നോക്കാം. ഇതൊരു വൻ പോരാട്ടം തന്നെ ആയിരിക്കും ഗൈസ്. 20% ചാർജ് ആയിട്ടുണ്ട്. എത്ര സമയം കൊണ്ടെന്ന് പറഞ്ഞാൽ 14 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് 20%-ഓളം ചാർജ് ആയിട്ടുള്ളത് ഗൈസ്. 42% ആയിട്ടുണ്ട്, അതായത് 32%. എത്ര സമയം കൊണ്ടെന്നറിയാമോ ഗൈസ്? 42 ആയപ്പോൾ 10:42 എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റാ? 22 മിനിറ്റ്. 22 മിനിറ്റ് കൊണ്ട് 32% ചാർജ് ആയിട്ടുണ്ട്. 43% ചാർജ് ആയത് എത്ര സമയം കൊണ്ടെന്ന് അറിയാമോ ഗൈസ്? കണ്ടോ, അരമണിക്കൂറിൽ, വെറും അരമണിക്കൂറിലാണ് ഗൈസ് ആ ഒരു 43% ചാർജ് ആയിട്ടുള്ളത്. 60% ചാർജ് ആയപ്പോൾ എത്ര സമയമായെന്ന് അറിയണോ? 43 മിനിറ്റ് ആയപ്പോൾ 60% ചാർജ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 83% ചാർജ് ആയിട്ടുണ്ട്. 83% ചാർജ് ആവാനായിട്ട് 1 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 1 മണിക്കൂർ ഉണ്ടോ? നമ്മൾ 10:20 സ്റ്റാർട്ട് ചെയ്തത്. 11:20 ആയപ്പോൾ 83% ആയിട്ടുള്ളത്. 93 ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ചാർജ് ചെയ്തതുകൊണ്ട് 10% കുറയ്ക്കുന്നു. അപ്പോൾ 83%. ഗൈസ്, അപ്പോൾ 90% ചാർജ് ആവാനായിട്ട് 1 മണിക്കൂറും 5 മിനിറ്റുമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 10 മിനിറ്റും കൂടെ കൂട്ടി 1 മണിക്കൂറും 15 മിനിറ്റും കൂടെ ആവുന്ന സമയത്ത് 1.25 മണിക്കൂർ കൊണ്ട് ഈ ഒരു ഡിവൈസ് ഫുൾ ചാർജ് ആവുന്നതാണ്. ഇതിൻ്റെ ആ പവർ സേവിങ് മോഡ് കാര്യങ്ങളൊന്നും നമ്മൾ ഓണാക്കാതെയാണ് ഇത് ചാർജ് ചെയ്തത്. ഇവിടെ ഫാസ്റ്റ് ചാർജിങ് മോഡ് എല്ലാം ഓഫ് ചെയ്തിട്ടതിന് ശേഷമാണ് ഈ ഒരു ഡിവൈസ് നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് മോഡ് ഓണാക്കി ഇട്ടതിന് ശേഷം ഫുൾ ചാർജ് ചെയ്യുമ്പോൾ എത്ര സമയത്തിൽ ചാർജ് ആവും എന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്കതൊരു ഷോർട്ട്സ് ആയിട്ട് ഇടാം. ഓക്കെ, അതുപോലെ തന്നെ ഹീറ്റിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു നോർമൽ ഹീറ്റിംഗ് മാത്രമുള്ള ഡിസ്പ്ലേയിലും ബാക്കിലുമായിട്ട് ചെറുതായിട്ടൊരു ഹീറ്റിംഗ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യണുള്ളൂ. വലിയ ഓവർ ഹീറ്റേജ് ഒന്നും ഫീൽ ചെയ്യേണ്ട. ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കിയപ്പോഴും നോർമലായിട്ടുള്ളൊരു ചാർജ് ചെയ്യുമ്പോൾ ഒരു ഹീറ്റിംഗ് മാത്രമാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വലിയ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ചാർജിങ്ങിനില്ല. അതുപോലെ തന്നെ ബാക്കി യൂസേജിലും ക്യാമറ പെർഫോമൻസിൻ്റെ ഇടയിലും എത്രത്തോളം ഹീറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ഇടുമ്പം അതിനെപ്പറ്റി പറയാം. ഗൈസ്, IQൻ്റെ ആ ഒരു ചാർജിങ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ അത്രയേ ഉള്ളൂ. വേറെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് IQ Neo 10R പറ്റി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാം. ഓക്കെ.